ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത് നമ്മൾ ഇന്നലെ കൊടൈക്കനാൽ പോകുമ്പോൾ നമ്മൾ പഴനിയിലാണ് കേട്ടോ റൂം എടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ തന്നെ ചായക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പഴനി ഒന്ന് ചുറ്റിക്കറങ്ങാനും കൂടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു ചായയും പാടെ ഇവിടെ നിന്ന് കുടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻ തിരഞ്ഞിട്ടുണ്ടോ നമ്മൾ നടക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു പൂക്കാരനെ നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ അനസിന് എന്തായാലും 2 മുഴം പോവാണ്. അത് വാങ്ങി വണ്ടി തൂക്കിയാലേ ഓനൊരു സമാധാനമാവും കേട്ടോ. കുറച്ച് മുന്നോട്ട് ഇടുന്നപ്പോൾ മുമ്പിലുണ്ടാവും സെൽഫി എടുക്കണ വലിയ ഗൾഫൊക്കെ ഈ മുകളിലെ മല പിന്നെ ഇവിടെ പുറത്തോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ച് കയറാൻ കേട്ടോ. ചെറിയൊരു തട്ടുകടയാണ്. അപ്പോൾ അനസ് വാങ്ങിയ മുല്ലപ്പൂവാണ് ഇട്ടത്. ഇതിൻ്റെ സ്മെല്ലും കൂടി നമ്മൾ വണ്ടിയിൽ സൈക്കിൾ നിർബന്ധമാണ്. ഏതായാലും ചെങ്കളെ നമ്മളെ ചായക്കുള്ള കടി വന്നു കേട്ടോ. നല്ല മുരിഞ്ഞ വട ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഈ സാധനത്തിന് വേണ്ടിയിട്ട് പൊടിയും വലിയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മളെ ബാക്കിൽ ഒരു കച്ചവടക്കാരൻ വന്നത്. ഈ പഴനി ഏരിയയിലൊക്കെ അത്യാവശ്യം ചെറുകിട കച്ചവടക്കാർ ഒരുപാടുണ്ട് കേട്ടോ. പറഞ്ഞു തരുന്നതിന് മുമ്പ് നമ്മൾ ചായ എത്തിക്കണം കേട്ടോ. ഇത് തമിഴ്നാട് സ്റ്റൈലിലുള്ള ചായ ആണോ അതോ കേരള സ്റ്റൈലിലുള്ള ചായ ആണോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കുടിച്ചു നോക്കുക. ഇത് കണ്ടിട്ട് നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന അതേ സെയിം ക്ലാസ്സിൽ അതേ ഹൈറ്റിലൊക്കെയുള്ള ക്ലാസ്സിലൊക്കെ ഉണ്ട് സംഭവം. നമുക്ക് ഈ സാധനം കയ്യിൽ കിട്ടുന്നത് ഇത്രയൊക്കെ പിടിമൊലും കഴിഞ്ഞിട്ടും ഇതിൻ്റെ ഒരു വട മാത്രം അവിടെ കിടക്കാൻ കേട്ടോ. ഞാനൊരു കഷ്ണം മാത്രമാണ് എമ്മെന്നെടുത്തത്. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ചായ തീരെ കുടിക്കാത്ത ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ചായ ആസ്വദിച്ച് കുടിക്കണ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമാണ് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെയാണ് ഈ അമ്പലത്തിൻ്റെ ചുറ്റുഭാഗം ഇതേപോലെ ഒരുപാട് തട്ടുകടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഈ വണ്ടികളിലുള്ള കച്ചവടങ്ങൾ. ഒരുവിധം സാധനങ്ങളൊക്കെ ഇതേപോലുള്ള കടകളിൽ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ കിട്ടാണ്ട് കേട്ടോ. ഞങ്ങൾ ഏതായാലും ചെങ്കളെ മുന്നോട്ട് പോയിക്കൊണ്ടേ കണ്ടോ. ഈ ഒരു മലൻ്റെ താഴ്ഭാഗത്ത് ഈ അമ്പലത്തിൻ്റെ താഴ്ഭാഗത്ത് ഒരുപാട് ഏരിയകൾ കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മളേതായാലും കുറച്ച് സമയം നടന്നപ്പോൾ തന്നെ ആകെ ക്ഷണിച്ചു. പിന്നെ നമ്മളെ യാത്ര ബാറ്ററി വണ്ടിക്ക് മാറ്റി. ബാറ്ററി വണ്ടി പക്ഷേ യാത്ര ഫ്രീ ആണ് കേട്ടോ. എല്ലാവർക്കും ഒരു തല മുതൽ മറ്റേ തല വരെ യാത്ര ചെയ്യാം. എപ്പോഴും യാത്ര ചെയ്യാം. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ബാറ്ററി വണ്ടി ആർക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള സർവീസാണ് കേട്ടോ. പിന്നെ ഇവിടെയുള്ള മറ്റൊരു സംഭവമാണ് ഈ ഒരു ട്രെയിൻ സർവീസ് കേട്ടോ. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ മുകളിലേക്ക് പോകാനുള്ളൊരു സർവീസും കൂടിയാണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് പോകേണ്ട വഴി വേറെ റൂട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെച്ച് തിരിച്ചു പോകാൻ കേട്ടോ. അപ്പോൾ ഓക്കെ, പുതിയ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.